ഞാൻ ഈ മാധ്യമപ്രവർത്തകരോട് ഇന്നലെ പത്രങ്ങളിലും ചാനലുകളിലും വഖഫ് നിയമ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നലെയും പറഞ്ഞു, മാധ്യമപ്രവർത്തകർ കുറേ കൂടി ഒരു പഠനം നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഈ നിയമസഭയിൽ തന്നെ ധനകാര്യ ബില്ലിൻ്റെ ഓർഡിനൻസ് കൊണ്ടുവന്നതിനൊരു അവിടെ ഒരു പ്രമേയം ക്രമപ്രകാശനം വരികയുണ്ട്. അതിൽ നിയമസഭയിൽ തന്നെ നമ്മൾ പറഞ്ഞ കാര്യമുണ്ട്, ഭരണഘടനയുടെ 20(1) പ്രകാരം രാജ്യത്ത് നിലവിലുള്ള നിയമത്തിനനുസരിച്ചാണ് കുറ്റം ശിക്ഷയും വരുന്നുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഇന്നൊരു നിയമം വന്നു, ആ നിയമത്തിൽ പറയുന്ന കുറ്റം ഇന്നലെ ചെയ്താൽ അതിന് ശിക്ഷിക്കാൻ പറ്റില്ല, ഇന്ന് മുതലേ ശിക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിയമസഭയിൽ ഇക്കാര്യം ഞങ്ങൾ വിശദീകരിച്ചാണ്. പക്ഷേ ഇത് ക്രിമിനൽ നിയമത്തിൽ അപ്പോൾ മാധ്യമങ്ങൾ ഇത്തരം കാര്യങ്ങൾ കൊടുക്കുമ്പോൾ ഒരു പൊതുസമൂഹത്തിൽ വ്യക്തത ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കണം. ഏത് നിയമമാണെങ്കിലും, വഖഫ് നിയമമല്ല ഏത് നിയമമാണെങ്കിലും അന്നത്തെ കാലത്ത് നിലനിൽക്കുമ്പോൾ ക്രിമിനൽ കുറ്റമാവുള്ളൂ. ഇതിൽ തന്നെ ആ ഭൂമി സറണ്ടർ ചെയ്തു, ക്രിമിനൽ കുറ്റമാണ്, കോടതി പറഞ്ഞ് നിൽക്കില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് അതിൽ കേരളത്തിലെ പ്രധാന പത്രങ്ങളിൽ തന്നെ വഖഫ് നിയമത്തിന് മുൻകാല പ്രാബല്യമില്ല. യഥാർത്ഥത്തിൽ അതല്ല, ക്രിമിനൽ കുറ്റങ്ങൾക്ക് മുൻകാല പ്രാബല്യമില്ല എന്നതാണ് വഖഫ് നിയമമല്ല ഏത് നിയമമാണെങ്കിലും ഉള്ളത്. രണ്ടാമത്തെ പ്രശ്നം, ഇപ്പോൾ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം വരുന്നുണ്ടല്ലോ. ഒന്ന് മണിപ്പൂരിലൊന്ന് പോക്കോടെ ഇവർക്ക്. മണിപ്പൂരിൽ ഇത്രയും നടന്നിട്ട് പ്രധാനമന്ത്രിക്ക് ഇതുവരെ ഒരു സമയം കിട്ടിയിട്ടില്ല. മനുഷ്യരും ഏതെല്ലാം ആരാധനാലയങ്ങളാക്കിയാണ് അവിടെ ചുട്ടുകരിക്കപ്പെട്ടത്, എന്തൊക്കെയാണ് മടമതെന്നറിയാലോ. അവിടേക്കൊന്ന് തിരിഞ്ഞു നോക്കാത്ത ആളുകൾ ഇവിടേക്ക് വരികയാണ് ചെയ്യുന്നത്. പിന്നെ ഇന്നിപ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞു, ഇതിനകത്ത് ഇപ്പോൾ മുസ്ലിം ലീഗോ UDF-നോ ഒന്നും ഞങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. രാഷ്ട്രീയമായും വർഗീയമായും ചേരിതിരിവ് ഉണ്ടാകരുത് എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇന്ന് റഷീദ് അലി തങ്ങൾ പറയുകയുണ്ടായി, ഞങ്ങൾ അല്ല, ഇത് ഗവൺമെന്റിന്റെ ഉത്തരവാണ്, ഈ ഉത്തരവ് ഞാൻ നിങ്ങൾക്ക് നൽകി. എന്തായാലും നമ്മുടെ മാധ്യമപ്രവർത്തകർ ആരും അത് നോക്കിയിട്ടില്ല. എന്നുവെച്ചാൽ വഖഫ് ആക്ടിന്റെ 97-ാം സെക്ഷൻ പ്രകാരം ഗവൺമെന്റിന് ഡയറക്ഷൻ കൊടുക്കാനാണ്. ആ റിപ്പോർട്ട് അയച്ചു, നിങ്ങളെ വായിച്ചറിയ ആദ്യത്തെ വാചകത്തിൽ തന്നെ ഈ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. ഞങ്ങളിതൊന്നും പറയേണ്ടതെന്ന് വെച്ചിട്ടുള്ളതാണ്. എങ്കിൽ പോലും ദ വഖഫ് എൻക്വയറി കമ്മീഷൻ അപ്പോയിന്റഡ് ബൈ ദ ഗവൺമെന്റ് in 2007 submitted a request dated with a recommendation by the government for issuing a direction to the Waqf board and the issue under section 97 expedite the proceedings, അത് പെൻഡിങ് കേസുകൾ സ്പീഡിലാക്കണം before it, and to consider as to whether ഇവരോട് പറഞ്ഞേക്കണം whether any action to be taken against a person responsible for sale of the Waqf property. അത് ഇവരെ തീരുമാനിക്കേണ്ടത്. എന്നിട്ടാണ് ഈ പരിശോധന മുഴുവൻ നടത്തി തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ പ്രതിപക്ഷ മേധാവ് ഇങ്ങനെ തുടർച്ചയായി പറയുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ പറയേണ്ടി വരുന്നത്. ഇപ്പം നികുതി കരമടയ്ക്കാൻ ഞങ്ങളെ തീരുമാനിച്ചത്. നിങ്ങൾ പത്രപ്രവർത്തകർ നോക്കൂ, വഖഫ് ബോർഡിൽ ആ കരമടയ്ക്കുന്നതിനെതിരെ പ്രമേയം കൊണ്ടുവന്ന അവതാരകനാരാണ് നോക്കിക്കോളൂ നിങ്ങൾ, വഖഫ് ബോർഡിൽ തന്നെ. പിന്നെ നോട്ടീസ് കൊടുത്തിട്ട്, ഇത് മതത്തിൻ്റെ പ്രശ്നമല്ല, പല ആളുകളുണ്ട് നോട്ടീസ് കൊടുത്തിരിക്കുന്നവർ തന്നെ. നിങ്ങളുടെ ഒരു മാധ്യമത്തിലും വഖഫ് ബോർഡ് ആർക്കൊക്കെയാണ് നോട്ടീസ് കൊടുത്തിട്ടുള്ളത്, ആ പേരുകൾ വന്നിട്ടില്ല. അപ്പോൾ ഇതൊരു മതത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, നമ്മൾ ശാശ്വതമായ ഒരു പരിഹാരം നിയമക്കുരുക്കഴിച്ചാണ് ശ്രമിക്കുന്നത്. എന്നാൽ വർഗീയ ധ്രുവീകരണത്തിന് BJP ശ്രമിക്കുന്നു. രാഷ്ട്രീയമായി എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ കഴിയുമോ എന്ന ശ്രമം UDF-നകത്ത് കോൺഗ്രസ് പ്രതിപക്ഷ മേധാവും കൂട്ടരും നടത്തുന്നുണ്ട്. അതെല്ലാം മാറ്റിവെച്ച് സങ്കീർണതകൾ ഒഴിവാക്കി ഇത് പരിഹരിക്കുക എന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്.